തൃശ്ശൂരിലേക്ക് BJP പ്രവേശനത്തിന് ശേഷം ആദ്യമായിട്ട് എത്തുകയാണ്. അപ്പൊ ഇവിടേക്ക് മുരളി മന്ദിരത്തിലേക്ക് മാറ്റമായിട്ട് വരികയാണ്. എങ്ങനെയാണ് ആ ഒരു മുൻപുണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്? വലിയ ആളുകള് മാറി, അത്രയ്ക്ക് വ്യത്യാസം. ഞാൻ എന്നും പറഞ്ഞ മാതിരി ഇവിടെ വരുന്ന ഇന്ന് കാണുന്ന പോലെ നാളെ ഞാൻ കാണാറില്ല പലരും. അപ്പൊ അതിലെനിക്ക് വലിയ അതിശയം തോന്നിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒന്ന് കയറിയപ്പോ എന്റെ വീട്ടിലേക്ക് വന്ന് എനിക്കൊന്ന് ഗുരുവായൂർ തൊഴണം, ഇത്രയൊക്കെ ഉള്ളൂ. കോൺഗ്രസ്സുകാരിയായി ഇവിടെ പോകുന്നു, BJP-കാരിയായി തിരിച്ചു വരുന്നു. കോൺഗ്രസ്സുകാരിയായി ഇവിടെ പോകുന്നു, BJP-കാരിയായി തിരിച്ചു വരുന്നു. ഈ ഒരു മാറ്റം ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ഏത് കാലം മുതൽ? ഞാനിവിടെ എന്നെ ഇലക്ഷൻ തോൽപ്പിച്ചു തന്നോട്ട്. രണ്ടാം ഘട്ടത്തിൽ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. BJP-യിൽ പോകാൻ തീരുമാനിച്ചിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പാർട്ടി വിട്ട് പോകുന്നത് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ മാതിരി ആയാല് അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും. ഇല്ല, ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കില്ല. പറയാം. TM പ്രതാപൻ അപ്പൊ നിങ്ങൾക്കറിയാലോ. എന്തുകൊണ്ട് നിങ്ങൾ TN പ്രതാപൻ എന്ന് പറഞ്ഞു? ആണോ? MP എല്ലാ MP-മാരും തോപ്പിക്കാൻ നിൽക്കുവോ? എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ നിന്നതില് 2-3 പേര് മുരളിയേട്ടന്റെ ജീപ്പിന്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതാരാ നിങ്ങൾ കണ്ടുപിടിച്ചത്? 3 പേരാണ് നിന്നത്. ഒന്ന് MP വിൻസെന്റ്, ജോസ് വള്ളൂര്, TN പ്രതാപൻ. ഇതിൽ ആരൊക്കെയാണ്? ജോസ് വള്ളൂരെന്ന് ഒല്ലൂര് നിൽക്കുന്ന ആളെങ്ങനെയാണ് തോൽപ്പിക്കാൻ? അപ്പൊ MP വിൻസെന്റും TN പ്രതാപനും അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. 3 പേരേ ഉള്ളൂ. അതെ, അല്ലാത്ത ആളുകളും ഉണ്ട്. ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം. എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ, അപ്പൊ ഞാൻ പറയാം. ഏത് കരുണാകരന്റെ മക്കളോടെ ദേഷ്യ. പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ. എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ട, ജാതകപ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്. തൃശ്ശൂര് നല്ല ആളുകളുണ്ട്, പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര്. അവരുടെ അടുത്ത് ഓടിപ്പോയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളോട് ചെയ്തതുപോലെ തന്നെ മുരളീധരനോട് ചെയ്യുന്നതാണോ പറയുന്നത്? ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളെ കൊണ്ട് ആ നേതാക്കളെ നന്നായി പോയിണ്ടാവും. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ അതിന് അതിപ്പോ നിങ്ങൾ തീരുമാനിച്ചോളേ. ഏത് അങ്ങനെ, അതായത് ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകര സുഖകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തിനാണ് മുരളിയേട്ടൻ അവിടെ കൊണ്ടിട്ടത്? അപ്പൊ എനിക്ക് വിലയില്ല എന്നല്ലേ പറഞ്ഞേ. എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ? ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴാണ്, ഇപ്പൊ BJP നേതാക്കൾക്ക് ഇരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഇപ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നണേ. ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ ആരും സ്നേഹിക്കുന്ന ഒരാളല്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പൊ ഇത് ഇവിടെ നിൽക്കുന്ന ശീതള എന്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളൊക്കെ വരുമ്പോ പിന്നെ പഴയൊരു എന്താ പറയണ്ട, ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് BJP-യിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല. കാരണം എന്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത്. അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല. അപ്പൊ പുതിയ ആളുകൾ വന്നു, അവരായിട്ട് സ്നേഹമായിട്ട് ഇനി മുന്നോട്ട് പോവാം. ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു 2-3 ദിവസം അടുപ്പിച്ച് പോയപ്പോ ഇവരൊക്കെ തന്നെ, ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ്, ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണം, അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി നിർത്തി. കാരണം കോൺഗ്രസ്സുകാര് തന്നെ, ഞാൻ ഈ പറഞ്ഞ ആളുകള് എന്നെ എന്താണോ എനിക്ക് മനസ്സിലായി. ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകിയത് കരുണാകരന്റെ മകൾ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് താങ്കളോട് എന്താണ് ഇങ്ങനൊരു? അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടി മുളച്ച കുറെ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ്. അവരോട് പറഞ്ഞ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞ. കാരണം അവരെങ്ങനെ വലുതായി. ഇപ്പൊ എന്തിനാണ് ഷാഫീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായോ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വഴിക്ക് 2 വർഷം അയാളും ജയിച്ചു പോയിക്കോളും, ഇയാളെ MLA ആയിക്കോളും. അതിനു വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിന്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ല. ഈ പറയുന്ന എന്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റ് ആയ ആളാ. ഞാൻ ഒരു പാർട്ടിയിലും നിന്നിട്ടില്ല ഇതുവരെ. സഹിക്കാണ്ട് ഓടിപ്പോയതാ. ഈ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ? ഏതാ
അല്ലെ രാഷ്ട്രീയത്തിൽ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ രാഷ്ട്രീയം വേറെ, അദ്ദേഹത്തിന് ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്കറിയാം, എന്റെ രക്തമാണെന്ന് അറിയാം. മുരളിയേട്ടൻ NCPയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിന് ഒരു കുറ്റം പറഞ്ഞില്ല. ഞാൻ അന്ന് ഉറച്ച കോൺഗ്രസ്സുകാരിയായിരുന്നു. ഒരു വാക്ക് പോലും ഞാൻ മുരളിയേട്ടനെതിരെ പറഞ്ഞിട്ടില്ല. മുരളിയേട്ടൻ പിന്നെ ദേഷ്യം വരുമ്പോൾ ചാടിത്തുള്ളി വല്ലതും പറയുന്നില്ല, ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾ ചോദിക്കുമ്പോൾ താമരയ്ക്ക് മറുപടി ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ? പത്മജ വേണുഗോപാല് കെ മുരളീധരനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യം ചോദിക്കുമ്പോ താമരയ്ക്ക് മറുപടി ഇല്ല എന്നാണ് ഒരു പരിഹാസ രൂപേണാണ് പറയുന്നത്. അതെ, കാരണം എന്റെ പേര് അതാണല്ലോ, അതുകൊണ്ട് അത് പത്മജയോടെന്ന് പറഞ്ഞാൽ താമരാന്നാക്കി. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം BJPയിൽ എത്തിയെന്നാണോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എന്റെ അച്ഛനല്ലേ പേരിട്ട്, ഇനി മരിച്ചു കഴിഞ്ഞു ദീർഘവർഷം ഉണ്ടായിരുന്നു. അച്ഛൻ ദീർഘവർഷം ഉണ്ടായിരുന്നു. അച്ഛനുണ്ടാവുമായിരിക്കും. കാരണം എനിക്ക് സംശയമുണ്ട്, എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയാൽ. കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛന്റെ മന്ദിരം പണിയാണ് ഒരു കൊല്ലത്തിനുള്ളിൽ. ഞാൻ 3 കൊല്ലം ഞാൻ KPC ബസിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. ഒരു പണിയാനുള്ള ഒരു ഇതുമില്ല. അച്ഛന്റെ ഇത് വരുമ്പോൾ അവരേതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ്, മറ്റേ പിരിവ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല. അതായിരുന്നു എന്റെ അവസാനത്തെ ഒരു പിടിവള്ളി ഇതില്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തൃശ്ശൂർ ഇറങ്ങി. സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോൽപ്പിച്ചത്. സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേനെ. പക്ഷെ കൂടെ നിന്നവര് കാലുവാരിയത് കണ്ടപ്പോ ഞാനൊരു 20,000 വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഈവൻ മാർക്സിസ്റ്റ് പാർട്ടി പോലും. പക്ഷെ പിന്നെ എന്താ ഉണ്ടായത്, ഈ മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി. ഒരു ഇലക്ഷന് മുമ്പ് മണ്ഡലം പ്രസിഡന്റ്മാരെ മാറ്റുന്ന കേട്ടിട്ടുണ്ടാവും. ആ മണ്ഡലം പ്രസിഡന്റ്മാർ മുഴുവൻ എനിക്കെതിരായി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെ എന്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന്. KPC വന്നിട്ടുണ്ടല്ലോ പൈസ അറിഞ്ഞപ്പോ, എന്നാ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല, എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കയറണ്ടേ ചോദിച്ചപ്പോ ആ ചേച്ചി അവിടെ വന്നാ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ. ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോട്ടിൽ ഇറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷെ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട്, പ്രതാപൻ ഇന്ന്. ഞാനല്ല എഴുതിയത്. ആ ഒരു അതില്ലെങ്കിൽ 22 ലക്ഷം രൂപ മേടിച്ചിട്ട് ചേച്ചി വണ്ടിയിൽ പോലും കയറ്റിയില്ല. അതൊക്കെ അവരോട് ചോദിക്കാം. നമുക്ക് ആക്ഷേപമുണ്ടോ ആ പൈസ അവര് വേറെ എന്തെങ്കിലും വക മാറ്റിയെന്നൊരു? തീർച്ചയായിട്ടും അതൊന്നും. കാരണം KPCCന്ന് ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണത്. അവിടെ 10-12 എന്തോ കൊടുത്തു. എത്ര ചെലവായി? അതൊക്കെ അവരോട് ചോദിക്കണം. ഇവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ കെ സുധാകരന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. കാണാൻ പോയി, കാണാൻ പറ്റിയില്ല. സുധാകരേട്ടന്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും. പ്രതികരണം അങ്ങനെയായിരുന്നു. സുധാകരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം. കാരണം എന്നെ സ്വന്തം ഒരു അനീതിരമാരിയുള്ള ഒരു സ്നേഹമായിരുന്നു സുധാകരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എന്റെ മനസ്സൊന്നൊന്ന് ആടിയത്. വേറെ ആരുടെ അടുത്തും എനിക്ക് ഒന്നുമില്ല. അപ്പൊ സത്യം പറഞ്ഞാല് മുരളിയേട്ടനെ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം പത്മജയുടെ നിലപാടെന്നും ശരിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുത്ത് ഈ രാഷ്ട്രീയ നിലപാടിനൊപ്പം സഹോദരനും നാളുകളിൽ വരും എന്ന് വിചാരിക്കുന്നുണ്ട്. സഹോദരൻ മാത്രല്ല പലരും വരും. സഹോദരനും വരും. അതൊന്നും എനിക്കറിയില്ല. ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായി. 3 പാർട്ടി പോയ ആളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ മാറി ചിന്തിക്കേണ്ടി വരും. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും. പാർട്ടി പറഞ്ഞിറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. പുതിയ ബന്ധുക്കൾക്ക് തുറന്നു കൊടുത്തേക്കാണോ? ആര്? ഞാനോ? അല്ല, ഞാൻ എന്റെ വീടല്ല. ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത്. അപ്പൊ എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകില്ല. അപ്പൊ പകുതി മുരളിയേട്ടന്റെ പേരിലും കിടന്നോട്ടെ, പകുതി എന്റെ പേരിലുമാണ്. ഈ കഴിഞ്ഞ ദിവസം അതെ അതെ. കാരണം ഞാൻ വിചാരിച്ചു മുരളിയേട്ടനെ തൊഴാൻ വരുമ്പോ ഒരു വേറെ ഇതിലേക്ക് കയറി വന്നു തോന്നണ്ട. എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞു ഒരു BJPക്കാരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി ഇല്ല. അതിനെന്താണ് ശരിക്കും പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എന്റെ ചേട്ടനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. നാളെ ഇപ്പൊ വേഗം മാറ്റി പറഞ്ഞോളും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയാൽ കൂടുതൽ വോട്ട് കിട്ടും, അവരിറങ്ങണമെന്നാണ്
കരുണാകരന്റെ പഴയ ശിഷ്യനാണ് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, മുരളീധരൻ പറയണത് അത്ര മോശമാണോ? അതെ, പിന്നെ എന്തിനാ എന്നെ പേടിക്കണേ? എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ എന്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം. മുരളി മന്ദിരം ബിജെപി പ്രവർത്തകർക്ക് തുറന്നു കൊടുക്കുമോ? എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു കൊടുക്കും. പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട്. എനിക്ക് അങ്ങനെ ജാതി മതം പാർട്ടി ഒന്നുമില്ലാത്ത ആളെ. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ ഇത്. കരുണാകരന്റെ ഒസ്യത്താർക്കാം? കരുണാകരന് സ്വത്ത് വല്ല ഉണ്ടായല്ലോ, ഒസ്യത്തേക്കാൻ പറ്റില്ല. ലെഗസി ആകെ 2. അതൊക്കെ ആര് വേണമെങ്കിൽ തീരുമാനിക്കും. ജനങ്ങളാ, ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാൻ എന്റെ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടില്ല. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛന്റെ അധികാരം പിടിച്ചു പറ്റും. പിന്നെ എനിക്ക് ഒരു കാര്യം സമാധാനമുണ്ട്, മുരളിയേട്ടൻ 17 കൊല്ലം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ഞാനാണ് എന്റെ അച്ഛനെ അവസാനം വരെ പൊന്നുപോലെ നോക്കിയത്. അത് എവിടെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കും. അവസാനത്തെ 8 മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ്. ഇപ്പൊ മുരളിയേട്ടന് വേണ്ടി അവകാശം. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് വിട്ട് ഒരിക്കലും പോകില്ല, കോൺഗ്രസ് ഒരു അവസാന ശ്വാസം വരെ തുടരും എന്നാണ്. ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച് അതും ബിജെപി പോലൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ അതെങ്ങനെയാണ് ഈ ഐഡിയോളജിക്കൽ ഒരാൾക്ക് കോൺഗ്രസ്സുകാരിയായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന? നിങ്ങൾ അങ്ങനെ അല്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറെ ദിവസം പോയ ആളടുത്ത് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു വർഗീയ പാർട്ടിയാണെന്ന്. കാരണം മുസ്ലിംസും വാരണാസിയിലൊക്കെ ഞാൻ പോയതാണ്. അവരൊക്കെ മോദിജിക്കാണ് വോട്ട് ചെയ്യണത്. BJP-നേക്കാളും കൂടുതൽ മോദിജി എന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അവർക്കൊക്കെ. അവർ ചോദിക്കുന്നത് നിങ്ങൾ കേരളക്കാർക്ക് എന്താ ബുദ്ധിമുട്ട്? താങ്കൾ ഇനി മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ എനിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും, പണ്ടും എനിക്ക് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും, ഞാൻ ഒത്തിരി ജനസേവനം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അവരുടെ ദാരിദ്ര്യം വിറ്റ് മുതലാക്കാറില്ല. ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിലും ഇടില്ല. ഞാനത് വിഡ്ഢിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ. കോൺഗ്രസ്സുകാർ മുരളി മന്ദിരത്തിലേക്ക് വന്നാൽ തുടങ്ങി? ഇല്ല, ആർക്കും വരാം. ആർക്കും വരാം. അച്ഛനെ സ്നേഹിക്കുന്ന ആർക്കും വരാം. ഈ താങ്കളുടെ മാതാപിതാക്കളെ ആക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല അതിനെതിരെ പ്രതികരിച്ചു. എന്താണ്? അതായത് അതിൽ മാത്രമാണ് എനിക്ക് മുരളിയേട്ടനോടുള്ള വിഷമം. എന്റെ അമ്മയല്ലേ മുരളിയേട്ടന്റെ അമ്മ അല്ലേ? അപ്പൊ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളിയേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനോട് വിഷമം തോന്നിയത്. അത് ചെയ്യാൻ പാടില്ല. സൈബർ ഇടങ്ങളിൽ താങ്കൾക്കെതിരെ വളരെ മോശമായ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതുണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ ഒരാഴ്ച പ്രതീക്ഷിച്ച. എനിക്ക് അവർക്ക് ഒരു മറുപടിയും കൊടുക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പല പ്രവർത്തകന്മാർക്കും അറിയില്ല. ഞാൻ ആരോടും പറയാറില്ല. ഞാൻ നേതൃത്വത്തിനോട് പറയും എന്നല്ലാതെ ജനങ്ങളോട് ഒരിക്കലും ഞാൻ പാർട്ടീനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. അപ്പം അവരുടെ ഒരു വേദന അവർ പറഞ്ഞത്. പിന്നെ ഇതിൽ പകുതിയും കോൺഗ്രസ്സുകാരല്ല കമന്റ് ഇടുന്നത്, പകുതിയും മാർക്സിസ്റ്റുകാരാണ്. എനിക്ക് അറിയുന്ന വ്യക്തികളെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവർക്ക് ഞാൻ കോൺഗ്രസ്സുമായിട്ട് കണ്ടാ വേണ്ടാത്ത വിധത്തിലാവണം, അതാണ് അവരുടെ ആഗ്രഹം. ചേച്ചി, 2 കാര്യങ്ങൾ. ഈ പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കണമോ, ഏക സിവിൽ കോഡ് കൊണ്ടുവന്നതിനെ അനുകൂലിക്കുമോ? ഞാൻ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പലതും എനിക്ക് ഇനി പഠിക്കാനുണ്ട്. പഠിച്ചിട്ട് എനിക്ക് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. കാരണം ഏത് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ച് കണ്ടും, കാരണം എനിക്ക് മുമ്പുണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ല എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ പേടിക്കുന്ന ആളല്ല, ഏത് പാർട്ടിയിലായാലും. പക്ഷെ ഒരു അച്ചടക്കം ഉണ്ടല്ലോ പാർട്ടിയുടെ, അതനുസരിച്ച് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എന്തായാലും ഉത്തരം തരും. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഞാൻ മെന്റലി ഇതിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ കരുണാകരൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ BJP ആവുമായിരുന്നു? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അച്ഛൻ അത്രയും വിഷമിച്ചിട്ടാണ് പോയത്, ഈ ഭൂമിയിൽ നിന്ന് പോയത്. അത്രയും കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തെ അവമാനിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട ഞാനൊരാളേ ഉള്ളൂ. മുരളിയേട്ടൻ കണ്ടിട്ടില്ല അതൊന്നും. ഞാനാണ് അച്ഛന്റെ കൂടെ നിന്ന് എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുള്ളത്. കോൺഗ്രസിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരാൾ BJP വർഗീയ പാർട്ടി അല്ല എന്നുള്ള തോന്നൽ അതുണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? കുറച്ചു കാലമായി ഒരു പാർട്ടിനെ പറ്റി പഠിക്കുമ്പോഴല്ലേ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് 3 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട എന്നൊരു തോന്നൽ എനിക്കാണ്. ഇങ്ങനെ ചതിയന്മാരുടെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടീനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല, ഇത്ര മോശമല്ല ഇതിന്റെ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് ഒരു മതേതര പാർട്ടി അല്ലേ? ആണ്, മതേതര പാർട്ടിയൊക്കെയാണ് അവരുടെ ആവശ്യം അനുസരിച്ച്. പാർട്ടി അവരുടെ സൗകര്യമാകുമ്പോൾ അവര് അതെടുക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെ കൂടും. ഇപ്പൊ അവരും തുടങ്ങിയില്ല മൃദു ഹിന്ദുത്വം. അവരിപ്പോ അടുത്ത കാലത്താണ്. അല്ല, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാർ കമന്റ് പറയുമ്പോൾ നമുക്ക്
തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത്. കാരണം അവർ നമ്മളങ്ങനെ ഒരുമാതിരി കളിയാക്കണ മാതിരി നോക്കുക. അത് പറഞ്ഞുണ്ടാക്കണത് ഈ ശത്രുക്കൾ തന്നെയാണ്. ഇവിടെ ഒരു കോക്കസ് ഉണ്ട് ഈ തൃശ്ശൂർ ടൗണിൽ. അതാ പേരുകള് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ ഞാനായിട്ട് തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ആരൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ എത്തും. അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും. കാരണം അതിനേക്കാളും പ്രഭുമാരെ വരാൻ തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് LDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് എന്തൊക്കെ ഓഫറുകളാണ് വെച്ചത്? ഞാൻ ഒരിക്കലും ആരോടും ഒരു ഓഫർ വെക്കുന്നത്. ചേച്ചി സമീപിച്ചിരുന്നോ? എന്നെ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു. അത് പറയാൻ പറ്റില്ല, അത് ഞാൻ പറയില്ല. കാരണം എന്താ അറിയോ, അവരൊക്കെ വലിയ നേതാക്കൾ. എന്തിനാ ഞാൻ അവരൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അന്നും എന്റെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പ്രവർത്തനത്തിനൊന്നും പോയുമില്ല. പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ ഞാൻ പറഞ്ഞു, എന്നാലും അവര് ജയിക്കും, അവര് നല്ലൊരു സ്ത്രീയാണ്. പക്ഷെ അവരെ ഒക്കെ പോലും ഒതുക്കിയിടാണ് ഇപ്പൊ. അല്ല, അതാരായിരുന്നു? കോടിയേരിയായിരുന്നു അതിന്റെ പിന്നിൽ? അങ്ങനെ അല്ല, കോടിയേരി എന്റെ ബന്ധുവാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹം തന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെയാണ് വിളിച്ചത്? ജില്ലാ അത് പറയാൻ പറ്റില്ല, അത് പറയില്ല. അങ്ങനെ ഒരു കോള് വന്നിരുന്നു. കോളൊക്കെ വന്നിരുന്നു. എന്തായിരുന്നു അവര് മുന്നോട്ട് പറഞ്ഞിരുന്നത്? പത്മജ വരൂ എന്ന് പറയാനായിട്ട് മുന്നോട്ട് വെച്ചത് എന്തൊക്കെയാണ്? ഞാൻ എന്റെ ആവശ്യങ്ങളോ? അല്ലല്ല, അങ്ങനല്ല. പത്മജിക്ക് തരാം അല്ലെങ്കിൽ വന്നാൽ. ഞാൻ ഒരിക്കലും ബാർഗെയിൻ ചെയ്യുന്ന ആളല്ല. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇവിടുത്തെ പത്രക്കാർക്ക് എന്നെ അറിയാം. ഞാൻ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ആളാന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ലല്ല, ഞാൻ ഈ BJP-യിൽ അവസാനം എനിക്ക് കോൺഗ്രസിൽ അവസാനം ഉണ്ടായ 2-3 സംഭവങ്ങളുണ്ട്. അത് എന്നെ അപമാനിക്കണ മാതിരിയായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാത്ത, അതാണ് ഞാൻ ഇങ്ങനെ കയറിയിരുന്ന വീട്ടില്. ഈ ബഹ്റയുടെ പാലം എന്താ? ബഹ്റൈനെ സത്യം പറയട്ടെ, 1.5 കൊല്ലമായി ഞാൻ ബഹ്റൈനെ കണ്ടിട്ട്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എന്റെ ഹസ്ബൻഡ് ഒരു കോൺഫറൻസിന് ആള് മുഖ്യാതിഥിയായിട്ട് വന്നു. എന്നെ കണ്ടപ്പോ ഓടി വന്നു. എന്നെ ഒരു സ്വന്തം സിസ്റ്റർ മാതിരിയാണ്. എന്തൊക്കെയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് എന്നാ കഴിച്ചിട്ട് പോട്ടെ, സമയമില്ല. ഇത്രയാണ് ഞങ്ങൾ 1.5 കൊല്ലത്തിനുള്ളിൽ സംസാരിച്ചിട്ടുള്ളത്. പേടിയെ വിളിച്ചപ്പോ ഒരു തെളിവെന്ന് പറഞ്ഞ് കൊണ്ടുവരും. ഞാൻ ഫോൺ വിളിച്ചു. എന്തിനാ വെറുതെ ആ മനുഷ്യനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു? എന്റെ സ്വന്തം അനിയന്റെ മാതിരി തന്നെയാണ്. അതൊരു എന്താ രാഷ്ട്രീയ എന്തോ അല്ലെങ്കിൽ അദ്ദേഹം എത്ര വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ല. ഞങ്ങളൊക്കെ ഒരു കാലത്ത് അച്ഛനപ്പോ ഒരു കുടുംബമാരി ജീവിച്ചിട്ടുള്ള ആളാണ്. അങ്ങൊരു BJP ആണോ? പറഞ്ഞോട്ടെ, ഞാൻ വെല്ലുവിളിച്ചല്ലോ. തെളിവുകൾ പുറത്ത് കൊണ്ടിട്ടെ. സുപ്രീം കോടതിയിലെ അഭിഭാഷകയുടെ പേരെന്താ ഈ കാര്യത്തിൽ ഒപ്പം നിന്ന്? അങ്ങനെ ഒരു അയ്യോ പാവ, എന്റെ അമ്മാവന്റെ മകളുടെ മകളെ പേരെന്താ? വീണമാധവൻ. പക്ഷെ അവളൊന്നും അറിഞ്ഞിട്ടില്ല. അവളോട് ഞാൻ ഇത് രാത്രി ചെന്ന് പറയുമ്പോഴാണ് അവൾ അറിയണം. അവളെന്നെ ചോദിച്ചു, എന്താ പത്മേച്ചി നമ്മളോടൊന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അവളൊന്നും BJP അല്ല. അതായത് അമിത്ഷായുടെ കേസ് നടത്തിയിരുന്ന ഒരു വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടെന്ന്. പക്ഷെ അവള് വിചാരിച്ച എനിക്ക് നേരത്തെ പോയിരുന്നില്ല. ഇതൊരു ശരിയായ സമയമാണ് പോയതെന്ന് കരുതുന്നുണ്ടോ? ഇതിന് ശരിയായ സമയം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സാക്ഷിയാണ് വലുത്. എന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. എനിക്ക് അതുകൊണ്ട് ആര് പറഞ്ഞാലും, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന നേതാക്കന്മാർ എന്തുകൊണ്ട് എന്റെ സങ്കടങ്ങൾ ഇത്രയും കൊല്ലം കേട്ടിട്ട് കണ്ണടച്ചിരുന്നു? അവർക്ക് എന്ത് അധികാരം എന്നെ പറയാൻ? പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം വന്നത്, എന്റെ അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളാണ് ഈ കാണിക്കുന്ന മുഴുവൻ. അവരെന്തായിരുന്നു, ഏതായിരുന്നു, എന്റെ വീട്ടിൽ എന്തായിരുന്നു അവരുടെ ജോലി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സത്യം. പക്ഷെ അവര് വല്ലാണ്ട് ഇങ്ങനെ എന്നെ അവമാനിച്ചപ്പോൾ എനിക്ക് വേദന തോന്നി. പത്മജയുടെ മകൾ കൊടി പിടിച്ചിട്ടില്ല, അടി കൊണ്ടിട്ടില്ല, സമരം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പൊ പറയുന്നത്. ലെഗസിയുടെ പേരിൽ മാത്രം അധികാരങ്ങൾ വെച്ച് നീട്ടപ്പെട്ടതാണെന്നോ പറയുന്നത്. അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര അടി കൊണ്ടിട്ടല്ലേ നേതാവായത് യൂത്ത് കോൺഗ്രസ്? ചാനലിൽ വന്നിരുന്ന ഇതായ എല്ലാവരും നേതാക്കന്മാരാവോ? പിന്നെ ഈ പറയുന്ന എന്താ പറയണ്ടത്, പണ്ട് രാജീവ് ഗാന്ധി അടി കൊണ്ടിട്ടാണോ? രാഹുൽ ഗാന്ധി അടി കൊണ്ടിട്ടാ? അപ്പൊ പിന്നെ അടി കൊള്ളേണ്ട സമയം, ഞാൻ ഒരു ഏജ് ആയിട്ടാണ് ഞാൻ പാർട്ടിയിലേക്ക് തന്നെ. അടി കൊള്ളേണ്ട പ്രായമൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്. അതാന്ന് പറഞ്ഞത്. താങ്ക് യു. ശരി, നമസ്കാരം.